നമസ്കാരം. സിദ്ദിഖ് വ്ലോഗ്സിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ആ കാര്യം പറയാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ചെയ്തൊരു മണ്ടത്തരം മൂലം നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. ഈ ഒരു കാര്യം നിങ്ങളോട് വന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയ യൂട്യൂബർമാർക്ക് ഒരു പാഠമാണിത്. കാരണം ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്താൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാകും. സത്യത്തിൽ സിദ്ദിഖ് വ്ലോഗ്സ് എന്ന നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നത് 2008-ലാണ്. 2008 ചാനൽ തുടങ്ങിയെങ്കിലും ഏകദേശം 2017 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിലൊരു വീഡിയോ ഇടുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഉദ്ദേശത്തോടെ ഇട്ട വീഡിയോ അല്ല. 2018 സുപ്രശസ്ത മിമിക്രി കലാകാരൻ നിസാം കാലിക്കട്ട് കുവൈറ്റിൽ വന്നൊരു ഷോ, ആ ഷോ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. അതിലൂടെ നമ്മുടെ ചാനലിന് വളരെയധികം ഒരു വ്യൂവർഷിപ്പ് കിട്ടിയിരുന്നു. ആ ഒരു ഷോയാണ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഉയർത്തി തന്നത്. നിസാമിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും ചാനൽ മോണിറ്റൈസേഷനായി. ഇതിൽ പക്ഷെ വരുമാനം കിട്ടുമെന്നോ അതല്ലെങ്കിൽ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നോ നമ്മളത് ചിന്തിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. ആ സമയത്ത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ എസ് മീഡിയ ചെറിയ ചെറിയ വീഡിയോസൊക്കെ, മ്യൂസിക്കൽ ആൽബംസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൊണ്ട് നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഗ്രോ ആയി. ഒരുപാടൊന്നും ആയില്ലെങ്കിലും നമുക്കും ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു. സത്യത്തിൽ ഈ ഒരു വരുമാനം നമ്മൾ നല്ല കാര്യത്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ തരുന്ന വ്യൂവർഷിപ്പ് കൊണ്ട് കിട്ടുന്ന പൈസ നിങ്ങളറിയാതെ ആ കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയ ഭാഗം നമ്മൾ ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയാൽ അറിയാം. ചില ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ സഹായം തേടാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോഴും മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഇതുകൂടി കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അത്യാവശ്യം ചാനൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ചെറിയൊരു ഷോപ്പ് കുവൈറ്റിൽ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇത്തിരി ബിസിയായി പോയായിരുന്നു. നമ്മൾ ചാനൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ചെയ്ത തെറ്റ് ഇതാണ്. മറ്റുള്ള 1-2 പേരുടെ നല്ല സന്ദേശമുള്ള ഷോർട്ട് ഫിലിമൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. സത്യത്തിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത്. പക്ഷെ മറ്റൊരാളുടെ കണ്ടന്റ് ഞാൻ ഒരു മാറ്റങ്ങളും വരുത്താതെ റീയൂസ് ചെയ്തതുകൊണ്ട് യൂട്യൂബ് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാക്കി. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ആ ഒരു കാര്യം കൊണ്ട് കട്ടായി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും മറ്റു കാര്യങ്ങളിലായാലും ഓക്കെയാണ്. പക്ഷേ ഒരു പുതിയ ചാനൽ ഇനി മോണിറ്റൈസേഷൻ ആകാൻ 4000 വാച്ച് അവർ വേണം എന്ന ആ ഒരു ക്രൈറ്റീരിയ നമ്മുടെ ചാനലിനും ഇപ്പോൾ ബാധകമാണ്. ഏകദേശം 3000 വാച്ച് അവർ ഓൾറെഡി നമുക്കുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ. പക്ഷേ ഇനി ഒരു 1000 മണിക്കൂറിൻ്റെ വാച്ച് അവർ കൂടി വേണം. സത്യത്തിൽ ഞാനത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലായതുകൊണ്ട് എനിക്കതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായപ്പോൾ ഒരു സങ്കടമുണ്ട്. നമ്മുടെ ഈ ചാനലിൽ അത്യാവശ്യം നല്ല മ്യൂസിക് വീഡിയോസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാമെന്നല്ലാതെ സത്യത്തിൽ അതിൽ നിന്നും വലിയ വരുമാനമൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനമാണ് നമ്മുടെ വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും പുതിയ യൂട്യൂബർമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും മറ്റൊരാളുടെ കണ്ടന്റ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതിപ്പോൾ ഒരു പെർമിഷൻ തന്നിട്ടാണെങ്കിൽ ശരി. യൂട്യൂബിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് മറ്റൊരാളുടെ കണ്ടന്റ് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് ആയാലും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ആ സപ്പോർട്ട് നമ്മുടെ ചാനലിൽ തരണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അറിയാമോ, ഏപ്രിൽ 4-ാം തീയതിയാണ് നമുക്കിനി ഇത് റീഅപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുടർന്നും വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കുഞ്ഞു കുഞ്ഞു സഹായങ്ങളായിട്ട് മറ്റുള്ളവർക്ക് എത്താനായിട്ട് നമുക്കെല്ലാവർക്കും പറ്റും. 2024 ആദ്യത്തെ ഒരു മുട്ടൻ പണി കിട്ടിയെങ്കിലും ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് നല്ല വിജയം കൈവരിക്കാം. നല്ല നല്ല ദിനങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.